ഹായ്, എല്ലാവർക്കും ഫാമിലി വ്ലോഗ്സ് ബൈ ടെന്നിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വേവിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒത്തിരി കുഴഞ്ഞു പോകാത്ത രീതിയിൽ ചോറെടുത്ത് നിങ്ങൾ റെഡിയാക്കി വെക്കണം. പച്ചക്കറി ഞാനിവിടെ കുറച്ചിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബീൻസ്, ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ്, കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്. ഈ ഒരു രീതിയിൽ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ ഈ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള ഐറ്റമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത്. ഓയിൽ ഏതെങ്കിലുമാണ് ഉപയോഗിക്കാവുള്ളൂ. എണ്ണ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികളെല്ലാം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അതിൻ്റെ നിറം മാറാത്ത രീതിയിൽ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഒരുപാട് നേരമൊന്നും വഴറ്റണ്ട. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ബീൻസ് ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പച്ചക്കറിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കാം. ഈ പച്ചക്കറിക്ക് ചേരാനായിട്ട് നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ക്യാപ്സിക്കം ഇടുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങോട്ട് കുഴഞ്ഞു പോകും. ആദ്യം വേവിച്ചിട്ട് കൂടുതലുള്ള പച്ചക്കറി ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരുപാടൊന്നും വെന്തൊന്നും പോയിട്ടില്ല. ജസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. നിങ്ങൾ രാവിലെയൊക്കെ ആ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നെങ്കിൽ വൈകിട്ട് ചോറ് വെച്ച് ഊറ്റിയെടുത്ത് വയ്ക്കുന്നതാണെങ്കിൽ നന്നായിട്ട് ചോറ് നല്ല വെള്ളമൊന്നും പിടിക്കാതെ നല്ല ഇങ്ങനെ ഉലർന്നിരുന്നോളും. ചോറെല്ലാം ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യും. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കോളിഫ്ലവർ അങ്ങനെയുള്ള പച്ചക്കറിയൊക്കെ ചേർക്കാവുന്നതാണ്.
നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെടും. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് അരിക്കാണ് ഇവിടെ ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തെങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്